നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. 1000 പോയിന്റ്സ്. ഞാനിത് ഓൾറെഡി ഞാൻ പറഞ്ഞതായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ലേ, ക്രെഡിറ്റ് ചെയ്തിരുന്നില്ല. ഞാൻ പറഞ്ഞു മേ ബി അത് വർക്ക് ആയി. പറഞ്ഞു അന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ചെയ്തില്ല. അനീഷ് ആ ഗെയിമിനെ ആയാലും നന്നായിട്ട് കൈകാര്യം ചെയ്തെന്നാണ് ഇരിക്കുന്നത്. കാര്യം ഏറ്റവും സൈലന്റ് ആയിട്ട് ഇരുന്നാ പോലെ ഒരു സീസൺ മുഴുവൻ നമ്മൾ പറയോ? അല്ല, അത് ഒരിക്കലും ചെയ്യിപ്പിക്കില്ലല്ലോ. അപ്പൊ അത് അദ്ദേഹം മനസ്സിലാക്കി ചെയ്തു. നിങ്ങൾ അതൊന്ന് തുറന്നു നോക്കിയാൽ പോലെ. അത് തുറന്നു നോക്കിയിരുന്ന ആ കത്തി എടുക്കണമായിരുന്നു. അത് കൈവച്ചുകൊണ്ട് നടന്നോളൂ എപ്പോഴും ഷെയറൊക്കെ ചെയ്ത് ഇല്ല കാര്യം. ശരി, അത് വേണമെങ്കിൽ അതിനെ ഉപയോഗിക്കാം. അത് വർക്ക് ചെയ്യുന്ന നോക്കൂ. താങ്ക് യു സോ മച്ച്. അതെ, കാര്യം അന്ന് വെച്ചാണ് വർക്ക് ചെയ്യുന്ന. താങ്ക് യു സോ മച്ച്. ഇല്ല അന്ന് വെച്ച് നോടെ ബാറ്ററി ഉണ്ടോ നോക്കൂ. ചാർജബിൾ ആണ്. അയ്യോ അവനെ തലമുടി മുട്ട അടിക്കാൻ സമ്മതിക്കാത്ത ഒരാൾക്ക് ഷേവ് ചെയ്യാൻ ഞങ്ങൾ ട്രിമ്മർ തരുമോ? ഒരു കാര്യം, ആ ട്രിമ്മറിനെ അവിടെ വെച്ച് രാവിലെയും വൈകിട്ടും ദൈവമേന്ന് പ്രാർത്ഥിക്കാം. എവിക്ഷനിലുണ്ടോ ആൾക്കാരൊക്കെ ഒന്ന് കാണിട്ട് ഞാൻ മൈ ഗോഡ് 9 പേരല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. ആരാണ് നമുക്കറിയില്ലല്ലോ. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ? ഇല്ല, ആർക്കുമില്ല. ഇരിക്കാം. നമ്മുടെ അടുത്ത ഒരു നല്ലൊരു വളരെ ആൾക്കാർക്ക് ഇഷ്ടമായ ഒരു ഗെയിമാണ് അല്ല ഭൂമി കയ്യേറ്റ്. ഭൂമി കയ്യേറ്റ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നോ? കെ ബി എങ്ങനെ ഉണ്ടായിരുന്നോ? കെ ബി ആരുമായിട്ടായിരുന്നു അടിപൊളി? റെനെ മലത്തി അടിച്ചു തന്നെ. ഞാൻ റെനയും മലത്തി അടിച്ചു. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളിനെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളെ മലത്തി അടിച്ചു അല്ലേ? ഷാനവാസ് അനീഷിനെ വലിച്ചാലേ പിടിച്ച് വലിച്ചു വെളിയിട്ടു. ശരിക്കും ഒരു ഭൂമി കയ്യേറ്റം പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഗെയിമായിരുന്നു അല്ലേ? പക്ഷെ സാധാരണ ഇങ്ങനെ ഒരു ഗെയിം കഴിഞ്ഞാൽ ഭയങ്കര വഴക്ക് ബഹളമൊന്നും ഉണ്ടായ സാധ്യത. പക്ഷെ നിങ്ങളെല്ലാം വളരെ സ്പോർട്ടീവായിട്ട് എടുക്കുന്നു എന്നുള്ളത് ഒരു ആശ്വാസമാണ്. ആർക്കാണ് പാവം ജിസൈ കുറെ മുറിവ് പറ്റി? അയ്യോ, കാലൊക്കെ മുറിഞ്ഞില്ലേ? കാലുമെല്ലാം പോയി. ഓക്കെ, മതി. എന്നാലും അക്ബർ പറഞ്ഞാൽ മതി.